പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം. അങ്ങനെയാണ് നിങ്ങളെ പ്രാർത്ഥനയെ കരുതിയിരിക്കുന്നതെങ്കിൽ, അങ്ങനെയാണ് പ്രാർത്ഥനയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥന ഒരു കോമഡി ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥനയെങ്കിൽ ദൈവവും മനുഷ്യരും ഒരുപോലെ കൺഫ്യൂഷനിലാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ സാധാരണ മനുഷ്യർ രോഗങ്ങളൊന്നും ഉണ്ടാകരുതെന്നായിരിക്കുമല്ലോ പ്രാർത്ഥിക്കുന്നത്. നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനും രോഗങ്ങളൊന്നും ഉണ്ടാകാതെ ആശുപത്രിയിലൊന്നും പോകാനുള്ള ഇടവരുത്തരുതേ എന്നും ആയിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ഒരു രോഗം വന്ന് ആശുപത്രിയിൽ പോകുക എന്ന് പറയുന്നത് വലിയ ടെൻഷനുള്ള കാര്യമാണ്. നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അതേ വിശ്വാസമുള്ള ഒരു വ്യക്തി ഒരു ഹോസ്പിറ്റൽ നടത്താമെന്ന് വിചാരിക്കുക. ഒത്തിരി പണം ഇറക്കിയിട്ടാണ് വലിയൊരു ഹോസ്പിറ്റൽ ആ വ്യക്തി കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റല് നല്ല ലാഭത്തിൽ പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ആ വ്യക്തി എന്തായിരിക്കും പ്രാർത്ഥിക്കുക? ഓക്കെ, മനുഷ്യരിൽ രോഗം ഉണ്ടാകണമെന്ന് ആ വ്യക്തി ഇൻറ്റൻഷനലി പ്രാർത്ഥിക്കുന്നുണ്ടാകുകയില്ല. പക്ഷേ അനേകം രോഗികൾ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നും ആ ഹോസ്പിറ്റലിൽ നന്നായിട്ട് പോകണമെന്നും ആ വ്യക്തിയും ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയല്ലേ. സാധാരണ മനുഷ്യർ ഹോസ്പിറ്റലിൽ പോകാൻ ഇടവരുത്തരുതേ എന്ന് കർത്താവിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഹോസ്പിറ്റൽ നടത്തുന്ന വ്യക്തി അനേകം രോഗികൾ എൻ്റെ ഹോസ്പിറ്റലിൽ കടന്നു വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഈ രണ്ട് പ്രാർത്ഥനയും ഒരുപോലെ കേൾക്കുന്ന കർത്താവ് എവിടെ നിൽക്കും? കാരണം രണ്ട് പക്ഷത്തിന് ന്യായമുണ്ടല്ലോ. ഇനി വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു വക്കീലിനെ എടുത്തു നോക്കും. കോടതിയിൽ ജോലി ചെയ്യുന്ന ഒരു വക്കീൽ എങ്ങനെയായിരിക്കും പ്രാർത്ഥിക്കുക? ആ വക്കീൽ പ്രാർത്ഥിക്കുന്നത് അദ്ദേഹത്തിന് നല്ല ക്ലയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ക്രിമിനൽസും കുറ്റകൃത്യങ്ങളും ഉണ്ടാകാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകില്ല. എങ്കിലും ആ വക്കീലിൻ്റെ പണി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ആ വക്കീലിനുണ്ടല്ലോ കുടുംബങ്ങൾ, അവരുടെ ജോലിയിലും നല്ല കസ്റ്റമേഴ്സ്, നല്ല ക്ലയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറ്റങ്ങളും കേസുകളൊക്കെ ലോകത്തിൽ ഉണ്ടാകണ്ടേ? അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ ഈ വക്കീലിന് ജോലി കിട്ടുള്ളൂ. അദ്ദേഹത്തിന് നല്ല ജോലി തിരക്കുണ്ടാകാൻ വേണ്ടിയിട്ടും അദ്ദേഹം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ മനുഷ്യൻ എന്ത് പ്രാർത്ഥിക്കും? ഒരു കുറ്റകൃത്യത്തിലും ഒരു കേസിലും ഒന്നും അകപ്പെടാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും. ഈ രണ്ട് പ്രാർത്ഥനയും ഒരുപോലെ കേൾക്കുന്ന കർത്താവ് എവിടെ നിൽക്കും? കാരണം ഈ രണ്ടു പേർക്കും കഞ്ഞി കുടിച്ചു പോകണ്ടേ? ഈ രണ്ട് കൂട്ടർക്കും ജീവിക്കണ്ടേ? ഒരു സ്ഥലത്തുള്ള ആൾക്കാർ മഴ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരിക്കാം, പക്ഷേ വേറൊരു സ്ഥലത്തുള്ള ആൾക്കാർ ചിലപ്പോൾ മഴ ഇല്ലാതിരിക്കാനായിരിക്കും പ്രാർത്ഥിക്കുന്നത്. രണ്ടുപേരുടെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ കർത്താവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഒന്നല്ല. നമ്മുടെ സകല ഭൗതിക കാര്യങ്ങളും, വീട് വേണം, ജോലി വേണം, വിവാഹം നടക്കണം, രോഗങ്ങളുണ്ടാകാൻ പാടില്ല, സൗഖ്യപ്പെടണം, അല്ലെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളുണ്ട് അത് മാറിക്കിട്ടണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം, ഇൻ്റർവ്യൂ പാസ്സാകണം, 100 കൂട്ടം കാര്യങ്ങൾ ദിവസവും കർത്താവിൻ്റെ മുൻപിൽ നിരന്തരം കർത്താവിനോട് പറഞ്ഞ് പ്രാർത്ഥിച്ചത് നേടിയെടുക്കുന്ന ഒന്നല്ല പ്രാർത്ഥന. അത് ബിസിനസ്സാണ്. പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നെങ്കിൽ മനുഷ്യരുടെ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഇടയിൽ കടന്ന് കർത്താവ് ഒരുപക്ഷെ പെട്ടുപോകും. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ഈ ഒരു കാര്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നത് ആവശ്യങ്ങൾ പറയലല്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കലാണ്, ദൈവവുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കലാണ്, കർത്താവുമായിട്ട് നമ്മൾ നടത്തുന്ന നിരന്തരമായിട്ടുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളോ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിന്നാൽ മതി. നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് കർത്താവിന് അറിയാം. അത് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരും. ഇനി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആകുലതകളോ സംശയങ്ങളോ ചോദ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇതാണ് പരിശുദ്ധമ്മ പ്രാർത്ഥിച്ചത്. ദൈവത്തിൻ്റെ ഹിതം അവിടെ നിറവേറപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഈശോ പ്രാർത്ഥിച്ചു ഇതാണ്, അങ്ങയുടെ ഹിതം എന്നെ നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിച്ചത്. പരിശുദ്ധ അമ്മയും ഈശോയും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം പരിശുദ്ധ അമ്മയും ഈശോയും ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള കാര്യം ദൈവത്തെ സ്നേഹിക്കലാണ്, കർത്താവിനോടുള്ള ആഴമായിട്ടുള്ള അടുപ്പമാണ്. അപ്പോൾ ഈശോ പറഞ്ഞത് അത് തന്നെയല്ലേ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കൽപ്പന. പ്രാർത്ഥന എന്ന് പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കലും അവൻ്റെ അയൽക്കാരനെ സ്നേഹിക്കലുമാണ്. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറഞ്ഞ് നേടിയെടുക്കുന്നതിലല്ല നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ആത്മീയത നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് കർത്താവിനെ, ദൈവത്തെ സ്നേഹിക്കുന്നതിലാണ്. ദൈവമായിട്ട് നല്ലൊരു ആത്മീയ ബന്ധം, നല്ലൊരു അടുപ്പം അത് കാത്തു സൂക്ഷിക്കലാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ആത്മീയ നിറവ്, ഒരു ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് കർത്താവിൽ നിന്നൊരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.